കടുത്തുരുത്തിയിൽ മോഷണം തുടർക്കഥയാവുന്നു. വ്യാഴാഴ്ച രാത്രിയിലാണ് കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക്കില് വീണ്ടും മോഷണമുണ്ടായിരിക്കുന്നത്. കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക്കിന്റെ കമ്പ്യൂട്ടർ ലാബിന്റെ വാതിൽ തകർത്ത് അകത്ത് കിടന്ന മോഷ്ടാക്കൾ 2 കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് കവർ ചെയ്തിരിക്കുന്നത്. ലാബിന്റെ പിൻഭാഗത്ത് പാരപ്പറ്റിനോട് ചേർന്ന് കതക് മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കീറി മുറിച്ചെടുത്താണ് മോഷ്ടാക്കൾ അകത്തു പ്രവേശിച്ചിരിക്കുന്നത്. നോവ പാൻ ഉപയോഗിച്ച് നിർമ്മിച്ച വാതിലിന് വേണ്ടത്ര ബലമില്ലാത്ത അവസ്ഥയിലായിരുന്നു. കോളേജിൽ മുഴുവനായി ഉപയോഗിക്കുന്ന UPS ആയതിനാൽ ഇത് കവരാൻ മോഷ്ടാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതിനിടെ വീണുപോയ മൗസുകളിൽ ഒന്ന് കെട്ടിടത്തിന്റെ പിൻഭാഗത്തു നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മോഷണവിവരമറിഞ്ഞ് പാലാ DYSP ബിജു കെ സ്റ്റീഫൻ, കടുത്തുരുത്തി CI V രാജീവ്, SI MS ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പോളിടെക്നിക്കിലെത്തി പരിശോധനകൾ നടത്തി. കോട്ടയത്തു നിന്നും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു. വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ സമരരംഗത്തായതിനാൽ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുന്ന സമയം നോക്കിയാണ് വീണ്ടും മോഷണം നടന്നിരിക്കുന്നത്. ശനിയാഴ്ച രാത്രിയിൽ പോളിടെക്നിക് കോളേജിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന മുട്ടുചിറ സെന്റ് ആഗ്നസ് ഗേൾസ് ഹൈസ്കൂളിലും മോഷണശ്രമം നടന്നിരുന്നു. കടുത്തുരുത്തി കേന്ദ്രീകരിച്ച് തുടർച്ചയായി ഉണ്ടാകുന്ന മോഷണങ്ങളും മോഷണശ്രമങ്ങളും ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്.